നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ വലിയ വിവാദമായി നിൽക്കുന്ന ഒരു സംഭവമെന്ന് പറയുന്നത് കോൺഗ്രസിന് പ്രതീക്ഷിക്കാത്തിടത്തൊരു അടി നൽകി ലീഡർ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJP പ്രവേശനം നടത്തിയതും പിന്നാലെ ശക്തമായ വിമർശനം BJPക്കെതിരെ ഉയർത്തുന്നതുമാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജ വിമർശനങ്ങൾ ഉയർത്തുന്നതാണ്. കോൺഗ്രസും ഒട്ടും തന്നെ പിന്നോട്ടല്ല. ശക്തമായ വിമർശനം പത്മജയ്ക്കെതിരെ ഉയർത്തിയപ്പോഴായിരുന്നു അതിനെ പ്രതിരോധിക്കാനെന്ന രീതിയിൽ, അതിന് മറുപടി എന്ന രീതിയിൽ പത്മജയും പിന്നാലെ രംഗത്ത് വന്നത്. എന്നിരുന്നാലും തുടക്കത്തിൽ പത്മജയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിന്റെ വിമർശനം അതിര് കടന്നു എന്ന് പലരും തന്നെ അന്ന് ചോദിച്ച ഒരു വിഷയം തന്നെയായിരുന്നു. ഒരു പ്രമുഖ നേതാവിൻ്റെ മകളുടെ പിതൃത്വത്തെ ചൊല്ലി ഇങ്ങനെ ഒരു വലിയ വിഷയത്തിലേക്ക് കടക്കേണ്ടതില്ല, അങ്ങനെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തേണ്ടതില്ല എന്ന രീതിയിൽ പലരും അത് പരാമർശിച്ചിരുന്നു. അതിന് കൃത്യമായൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത്. കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ പിതാവും രണ്ടാണെന്ന്. എന്താണ് ലീഡറുടെ മകളുടെ പിതൃത്വം വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് തന്തയുണ്ടോ എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കുന്നത്. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയുമായി രണ്ട് തന്തമാർ ഉണ്ടായെന്നും ഗണേഷ് കുമാർ തന്നെ പരിഹസിച്ചിട്ടുണ്ട്. കരുണാകരന്റെ വീട്ടിൽ ഈ കല്യാണിക്കുട്ടിയമ്മയും മകൾ പത്മജയും വിളമ്പിക്കൊടുത്തത് തിന്ന നേതാക്കളാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് നിരങ്ങുന്നവരൊക്കെ. അതിൽ ഒരാൾ ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള രൂക്ഷ വിമർശനവും അദ്ദേഹം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അയാളെങ്കിലും ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ മറുപടി നൽകേണ്ടതാണ്. ലീഡറെ കാണാൻ മുണ്ടിൻ്റെ അടിയിൽ പഴം തിരികിക്കൊണ്ട് പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇക്കൂട്ടത്തിലുണ്ട്. മരിച്ചുപോയവരെ പോലും വെറുതെ വിടാത്തവരാണ് കോൺഗ്രസ്സുകാർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാമർശത്തെ കോൺഗ്രസ്സുകാരിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് എതിർത്തത്. മറ്റാരും തന്നെ ഇതിനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വിമർശനവും ഗണേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്മജേച്ചി ഒന്ന് ലീഡറെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചവന്മാരാണ് ഇന്ന് നേതാക്കളായി കോൺഗ്രസിൽ വിലസുന്നത് പോലും. ലീഡറെ കണ്ടിറങ്ങിയാൽ ഇത്ര മണിക്ക് സീറ്റ് ചോദിച്ചാൽ അത് കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ചേച്ചി ഒന്ന് അകത്തേക്ക് കടത്തി വിടണമെന്ന് പത്മജ ചേച്ചിയോട് അനുവാദം ചോദിച്ച് വെളുപ്പിന് 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ലീഡറുടെ മുറിയിൽ ചെന്ന് സീറ്റ് വാങ്ങിയവർ പോലും ഇപ്പോഴുമുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്നതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. പത്മചേച്ചി BJPയിൽ ചേർന്നാലും എവിടെ പോയി ചേർന്നാലും അവരെ ചേച്ചി എന്ന് തന്നെ വിളിക്കുമെന്നും അവരുടെ പിതൃത്വത്തെ വെല്ലുവിളിച്ചപ്പോൾ എടാ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് ചോദിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തയ്യാറായോ എന്നുള്ള ഒരു ചോദ്യവും ഗണേഷ് കുമാർ ഇക്കൂട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പറയുന്ന പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ? ഒരാൾക്കില്ലല്ലോ, ഒരച്ചണല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞോണ്ട് ചോദിക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ. ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത്. ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണാം. അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിൽ തൊട്ട് എഴുതു. ആരെ? എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല. അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോ അവര് BJPയിലല്ല എവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ, ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലോ. പോയി പറഞ്ഞവര് വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യനാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ. ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടെന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായി? പണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിനിടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം. കോൺഗ്രസ്സുകാരെ തനിയെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാരെ കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും, മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും എല്ലാം നിൽക്കുകയാണ്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നിൽക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങുക. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ ധരിക്കണം. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും
രൂക്ഷമായ വിമർശനം ഗതാഗത മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാർ ഉയർത്തിയിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടാണെന്നും രാഹുൽ ഗാന്ധി തെക്കു നിന്നും വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും നടക്കുന്നതല്ലാതെ എക്സൈസ് ചെയ്യലും കടലിൽ ചാടുന്നതും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വെക്കലുമല്ലാതെ പാർലമെന്റിൽ പോയി ഇതുവരെ വയനാട് വേണ്ടിയോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. കൊട്ടാരക്കരയിൽ വെച്ച് കേരള കോൺഗ്രസ് ബിയുടെ നേതൃസംഗമത്തിൽ സംസാരിക്കുന്ന വേളയിലാണ് ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.